അപ്പോൾ വാ കയറിക്കാം, കയറി മുന്നിൽ കയറിക്കറ്റേ, ഞങ്ങളെല്ലാവരും ബാക്കിലിരിക്കാം. ആ ഓലുണ്ടാവും സ്കൂട്ടിന്ന്. മുത്തുവാ ഞങ്ങൾ പോയി. ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. ഇന്ന് നമ്മൾ നാടേണി പോവാണ്. ഓലെല്ലാവരും വന്നതല്ലേ. അപ്പോൾ നാടേണി പോയി ജിംപൂള് കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ട് റെഡിയായി നിൽക്കണം ഇപ്പോൾ. അപ്പോൾ നമ്മളെ കൂടെ എല്ലാവരും പോരി. ആ കാറിൽ തന്നെയാണ്. കയറി. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ദാ പുറപ്പെട്ടു. അപ്പോൾ നാടേണി കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോരീട്ടാ. അപ്പോൾ ദാ നമ്മൾ നാടേണിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വൈക്കടവിൽ നിന്ന് കയറിയിട്ട് നാടേണി ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പായിട്ടാണ്. പിന്നെ അവിടുന്ന് ഗൂഡല്ലൂർ റോഡും ദേവാലയ റോഡും ആണുള്ളത്. സുൽത്താൻ ബത്തേരി റോഡാണ് അതിൻ്റെ മുമ്പായിട്ട് ഈ സ്ഥലം വരുന്നത്. ഇത് ഞാൻ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അറിഞ്ഞവരുണ്ടാവും. ഇപ്പോൾ വിചാരിച്ചു ഇതിപ്പോൾ എന്താ നാടേണിയിൽ അറിയില്ലേ എന്നുണ്ടാവും. അതുകൊണ്ടല്ല, അറിയാത്തവർക്കാണ്. ഹാപ്പി കുട്ടി ഓളൈസോടെ അതന്നെ. ഇത് നമ്മൾ ഗേറ്റ് കടക്കണ മുന്നിൽ തന്നെയാണ് കേട്ടോ. എൻട്രൻസിൽ തന്നെയാണ് ഗേറ്റ് കടന്നതും. ഇതാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പം അങ്ങനെ ഇതിൽ കയറിയതാണ്. അതിന്റെ തൊള്ളിയിൽ പല്ലുണ്ടോ നോക്ക്. കടിച്ചട്ടെ. ആ കടിച്ചപ്പോ ഒരു ഉമ്മ എടുത്താളാ. ആ നല്ല ഉമ്മ. അതിന്റെ മേലെ ഇരുത്തി തരിയേ? ഇരിക്കാൻ പറ്റുവോ? പൊളിഞ്ഞാടുവോ? ഞാൻ പോയിരുന്നോ? ആ വെറുതെ ഇരുന്നു, വെറുതെ ഒന്ന് ഇരുത്തിക്ക. ആ പുലിമുരുകന് ഇപ്പൊ പുലിമുരുകത്തി ആയിക്കണ് അല്ലേ? മുരുകത്തി ആയില്ലേ? വലിയോലും കുട്ടികളെന്ന് പറഞ്ഞ മാതിരി എല്ലാവരും ആടണവും കയറണവും എല്ലാം കേട്ടോ. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോണത്. പിന്നെ ഇവിടുന്ന് അങ്ങനെ വണ്ടിയിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ കുറേ ദൂരം വന്നിട്ട് ഇതുപോലെ കാടാണ് കേട്ടോ. ഫുള്ള് രണ്ട് സൈഡും കാട്. പിന്നെ ഉള്ളിലേക്കുള്ള ഓരോ വഴികളും ഒക്കെ കൂടെയാണ്. കാട് രസിച്ച് പോണവർക്ക് പോകാൻ, നടന്ന് പോകാൻ പറ്റൂല എന്തായാലും. വണ്ടി തന്നെ വേണ്ടി വരും. പിന്നെ നടന്നൊക്കെ പോകാം. കുറേ ആളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടന്ന് പോവാട്ടാ. ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയത് ഞങ്ങൾ. പക്ഷേ ഉള്ളിലേക്ക് കയറും എന്നുള്ളത് നമുക്കറിയില്ല. ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കടന്ന് പോവാറിഞ്ഞിട്ടാണ് പോണത് കേട്ടാ. അപ്പം നല്ല കൊന്നൊക്കെ നല്ല പൂത്ത് നിൽക്കണുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇറങ്ങി നോക്കുമ്പോൾ അതാ ഈ ഇരുമ്പ് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ ആന കയറാനോ കയറാതിരിക്കാനോ എന്തിനാണെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ആന എന്തായാലും കയറി പോകും. കിടങ്ങ് മാതിരി കളിച്ചിട്ട് ഇരുമ്പ് പൈപ്പ് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആന കയറാതിരിക്കാൻ തന്നെ ആവും തോന്നണ്. പിന്നെ ഇതാ നമ്മളിങ്ങനെ നടന്ന് പോയി. നല്ല രസം കാണാനിട്ടാ. ഒരു 3 മണി ടൈമിലാണ് ഞങ്ങളിങ്ങനെ പോണത്. അപ്പോൾ വെയിലും അധികമില്ല, നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്. വരാതിരിക്കാൻ നാവല് പൂവിടണുള്ളൂ കണ്ട. ഇതാ എർത്ത് കമ്പിയാണ് ഈ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടാ. കുഴിയും ഫുള്ള് എർത്ത് കമ്പി കൊടുത്തേക്കാണ്. ഫുള്ളും നാവൽമരമാണ് ഉള്ളത്. ഓരോ മരങ്ങളും അതിൻ്റെ ചോട്ട് ഓരോന്നും അതിൻ്റേതായ പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബോഗൻവില്ലൊക്കെ പൂത്ത് നിൽക്കണുണ്ടില്ല. നല്ല രസമുണ്ട് കാണാനിട്ടാ. ഇതൊക്കെ ഓരോ കോട്ടേഴ്സ് പോലെ പാർക്കണത് എന്തോ തോന്നുന്നുണ്ട്. ഇവിടെ വെള്ളം ഇങ്ങനെ തിരിച്ചു വിട്ടിട്ട് വെള്ളം ഒന്നാകെ പൂത്തിരി മൈരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐശ്വതാ ഓടിപ്പോണ്. അത് ഐശ്വടക്ക് പോയിട്ട് അവിടെ നിക്ക്. നിങ്ങള് തിരിഞ്ഞാളാ ഇങ്ങോട്ട് തിരി. ആ കറക്റ്റാ നിക്ക്. ആ ബട്ടർഫ്ലൈ. ഏയ് നല്ല രസമുണ്ട്. ഹൗസ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ ഇത് ഈ ചെടികള് മുള്ളിൻ്റെ ഒക്കെ ഉള്ള
കറ്റാർവാഴൻ്റെ ഇതിൽ പെട്ട മുള്ളിൻ്റെ ചെടികൾ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് കാക്ടസ് ആണ് കേട്ടോ, മുള്ളു ചെടികളാണ് ഫുള്ളും. പക്ഷെ അധികമൊന്നുമില്ല, ഒക്കെ ചട്ടിയൊക്കെ കാലിയായി കിടക്കുന്നുണ്ട്, ഉണങ്ങി കിടക്കുന്നുണ്ട്. വെള്ളമില്ലാഞ്ഞിട്ട് പരാമരിക്കാത്തോണ്ട് എന്തോ തോന്നുന്നുണ്ട്. സ്പേസ് കുറേ ഉണ്ട്, പക്ഷെ ചെടികളൊക്കെ കുറച്ചേ ഉള്ളൂ. എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ് കേട്ടാ. എല്ലാം ഒന്ന് കയറി നോക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. ഇതിലൊന്നും കാണാനേ ഇല്ല, ഇതിലൊന്നും ഒന്നുമില്ല. അതൊക്കെ ഈ മുള്ളിൻ്റെ അത്, വേറെ ഒന്നുമില്ല. പോയി പൂവില്ല, മൊട്ടുള്ളൂ കേട്ടാ. ആമ്പൽക്കുളമാണത്. ഇങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. എന്തായാലും വന്നതല്ലേ എന്നും പറഞ്ഞ് എല്ലാറ്റിൻ്റെ ഉള്ളിലേക്കൊന്നാണ് കയറി പോയി നോക്കുകയാണ് ഇപ്പോൾ. അതാ താമര, താമര ഇവിടെ വിരിഞ്ഞ് മൊട്ടുണ്ട് കേട്ടോ, ചോപ്പാണത്. മയിലല്ല, മറ്റേ അണ്ണാനാണത്. മറ്റേ മലയണ്ണാനല്ലേ? അണ്ണാനെ നോക്ക, അണ്ണാനെ എല്ലായിടത്തും ഒന്ന് തൊട്ടുത്തുകയെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ഇറങ്ങിപ്പോയി ഒന്ന് കണ്ടു നോക്കുകയെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പം ഇതിലൊക്കെ ഫുള്ളും വന്നിട്ട് ഓരോ നമ്മളെ മരുന്നുകൾ, പച്ചലാക്കുക, പിലാത്തിക്കുക, അങ്ങനെ ഓരോ ഐറ്റങ്ങൾ, ചീര, പസലി ചീര, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളാണ് ഇതിലുള്ളത്. മെഡിസിനായിട്ടും മരുന്നായിട്ടൊക്കെ ഉള്ള ഓരോ ഇഞ്ചി, ഇങ്ങനത്തെ ഒക്കെ ഓരോ മരുന്നായിട്ടുള്ള ചെടികൾ, ഇങ്ങനെ ചീരകൾ, ഇതൊക്കെയാണ് ഇതിലുള്ളത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതന്നെയില്ല, ഇത് കേശവർദ്ധിനി ചെടിയാണ് കേട്ടാ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ കാടായി കിടന്നിട്ടൊക്കെ വെട്ടിയിടലാണ്. അതിൻ്റെ ഒക്കെ തെയ്യൊക്കെയാണ് വെച്ചേക്കണത്. ഇങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ, അങ്ങനത്തെ ഓരോ ഐറ്റങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. ബസ്ലി ചീര, ഇത് ആ കായുള്ളതൊക്കെ നമ്മളെ വീട്ടിൽ ആ റോസ് പൂവ് തലപ്പിലുണ്ടാവും, അതൊക്കെയാണ് ഇതിലുള്ളത്. ചീരകൾ, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ്. ഒക്കെ ഒരുമാതിരി ഉള്ളത്, വലിയൊരു ഇതൊന്നുമില്ല, കാണാനില്ല കേട്ടാ. ഒക്കെ ഉണങ്ങിയിട്ടും വാടിയിട്ടും ഒക്കെയാണ് ഉള്ളത്. കിടന്നോ, ചെടിക്ക് വെള്ളം നനച്ച് നിന്നോട്ടാ. ഇതൊക്കെ നാടൻ മരുന്നിൻ്റെതാണ്. അതാ പച്ചല, പച്ചമരുന്നുകൾ. ഇതും അതേപോലെ ഇങ്ങനെ ഓരോരോ നനവില്ലാഞ്ഞിട്ടേ. ചട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതിൻ്റെ ഉള്ളിലുള്ളത് അവിടെ ഇറങ്ങണ്ട, അല്ല പാമ്പ് ചേരി ഉണ്ടാവില്ല, പേടിയാണ്. ഒക്കെ അങ്ങനെ ഈ ഒരു ചെടി ഇതു ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. ഇതിലൊക്കെ തന്നെ എന്തോ പറയാം, ഇതാണ് ഇവിടെ ലാസ്റ്റ് കേട്ടാ. പക്ഷെ ഇതുവരെ വണ്ടി വരും, ആ പൈപ്പിന്റെ മേലെ കൂടെ കേറിയിട്ടാണ് വണ്ടി വരുന്നേ തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടെ ഒക്കെ ഒന്നാണ് പോയി കാണാൻ പറ്റുമോ നോക്കുന്നു, എന്തൊക്കെയാന്നുള്ളതൊക്കെ ഒന്നും അറിയാലോ. കാണുമ്പോ നല്ല രസമുണ്ട് കേട്ടാ. യേശുവിൻ്റെ കൈ യേശു പോവാ. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് മേലൊക്കെ ഇങ്ങനെ കയറിപ്പോൾ ഇതിൻ്റെ മേലൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഒക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തിരക്കാണ്. ഇങ്ങനെ കയറിയിട്ടാണ് ഇതിൻ്റെ മേലേക്ക് പോണത്, ബാക്കിൽ കൂടെ. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം
മുന്നിലേക്കാണ് വരുന്നത്. ഇതാണ് മുന്നിൽ ഇങ്ങനെ കസാല ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉള്ളിൽ ആളുണ്ട് തോന്നുന്നുണ്ട്. ഒക്കെ ഇങ്ങനെ വന്ന് ഗസ്റ്റ് തങ്ങി പോണോലാണ് കേട്ടാ. ഇതുണ്ടല്ലേ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വൈക്കടവ് റോഡാണ്. നാടുകാണി തായ്നാടുകാണി വൈക്കടവ് റോഡാണ് കാണുന്നത്. വണ്ടികളൊക്കെ പോണത് ചെറുതായിട്ട് കാണാൻ പറ്റും. സൂം ചെയ്താൽ തന്നെ അത്ര ദൂരാണ് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന് ദൂരം നിന്നൊക്കെ വന്ന് തങ്ങണോൽക്ക് ഈ വെയിൽ കാലത്തൊക്കെ നല്ല സുഖമല്ലേ. അതാണ് ഇവിടേക്ക് അധികം ആൾക്കാർ വരുന്നത്. ഫുള്ളും നല്ല ഒരു കുയ്യാണ്. ഇതുണ്ടല്ലേ വണ്ടി പോണത് കാണുന്നില്ലേ. റോഡ് ഇത്രയൊക്കെയാണ് എടുത്ത് കാണാൻ പറ്റണുള്ളൂ. തായനാടുകാണി റോഡാണ് ആ കാണുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ കാഴ്ചകൾ തണുപ്പൊക്കെ കാണാനാണ് എല്ലാവരും വരുന്നത്. വണ്ടികൾ പോണത് നല്ല രസട്ടാ കാണാൻ. നല്ല കാറ്റ്, ചൂടൊന്നും അറിയണേനല്ല അങ്ങനത്തെ കാറ്റ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിങ്ങനെയൊക്കെ ഈ റൂമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ തങ്ങി ഒരു ദിവസമൊക്കെ നിന്ന് ഇങ്ങനെ പോണ മാതിരിയൊക്കെ അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടേക്കണത് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലേക്ക് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പുറത്തേക്കാണ് ഉള്ളത്. ഇത് ബാക്ക് സൈഡ് നമ്മൾ വന്ന് ഇങ്ങനെ കയറണത്. ഇതുപോലെ നിറയെ ഇതാ കെട്ടിയിരിക്കണുണ്ടല്ലേ. ഇങ്ങനെ കാല് ഫില്ലറൊക്കെ കൊടുത്തിട്ട് മേലേക്ക് കയറ്റിയാണ് കെട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഓരോ റൂം തന്നെ ഇക്കാരം തോന്നണം. ഇതാ അവിടെയൊക്കെ കണ്ടില്ലേ. നല്ല രസമുണ്ട് കാണാൻ കേട്ടാ. ഇതിലൊക്കെ ആളുണ്ട് ഉള്ളിൽ. എന്തായാലും ഇങ്ങനെയൊക്കെ നിന്നിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുത്ത് പോവാനൊക്കെ വരുന്നവർക്ക്, ദൂരം നിന്ന് വരുന്നവർക്കൊക്കെ ഒരു രസമാണ്. ഇതൊക്കെ ഞാൻ പറയാം നമ്മളെ വേലിക്കുള്ള ചെടികളാണ്. വേലിമലും അഗ്ഗുമരം കിണറ്റിലൊക്കെ തൂങ്ങി കിടക്കണ്ട അതാണ് ഫുള്ളും. ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ നിന്നാലേ നമ്മളെ വൈക്കടവയ്ക്ക് പോണ റോഡ് തായ്നാടുകാണിയൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവലെങ്ങനെയാടാ വണ്ടികൾ വരുന്നത്? ആ കമ്പിമ്മ കൂടെ, ആ കമ്പിമ്മ കൂടെ. നല്ല രസമുണ്ട്. കൊമ്മ ഇത്ര എടുത്ത് കാണാൻ ആദ്യമായിട്ടില്ലേ നമ്മള്. രസമുണ്ട്. മെല്ലെ 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 ബാക്ക്. ഇതിപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ടേന്ന മേലൊക്കെ റോഡ് ഇട്ടാ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നതാണ് കാണാൻ. നല്ല കാറ്റാണ് കേട്ടോ. ഇങ്ങനെ വെയിൽ കാലത്തൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് കാണാനും നിൽക്കാനൊക്കെ. കാറ്റും കുന്നും മലയും ബിഞ്ച് ഇതൊക്കെ പോണതൊക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അതിലാരും കയറുന്നത് പോണതൊന്നും കണ്ടില്ല. നമ്മളിങ്ങനെ നോക്കി നിന്നു. അവിടെ ഒന്നും ആളെ പോണതൊന്നും കാണാനില്ല. ഈ തലക്കന്ന് ആ തല വരെ എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ. അതിൻ്റെ മേലെ നിന്നാണ് പോണത്. പക്ഷെ അധികം ആരും പോണ ഒന്നുമില്ല. എല്ലാവരും ഇവിടെയൊക്കെ കയറിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ച് പോണതാണ് കാണുന്നുള്ളൂ. വണ്ടി തന്നെ നമ്മളാ റിസോർട്ട് കെട്ടിയാൽ അതുവരെ വണ്ടി പോകും. നമ്മളറിഞ്ഞില്ല. നമ്മളതാണ് ഇങ്ങോട്ട് വരുന്ന ആ വഴിയിലാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടത്. ഇതുണ്ടില്ല. അതിന് മുകളിലൊന്നും പോണതൊന്നും ആരും കാണാനില്ല. കുറേ നേരമൊക്കെ നോക്കി നോക്കി ഇനി റിപ്പയർ ആണോ എന്താ. ഇതിൻ്റെ മേലൊക്കെ ഒന്ന് കയറി ഒരാളാണ് കയറുമ്പോൾ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്രക്കുള്ള സ്റ്റെപ്പ് കുഞ്ഞിതാണ്, റൗണ്ടായിട്ട്. നമ്മൾ ഒരാൾ പോയിട്ട് അങ്ങോട്ട് പോയിൻ്റെ ശേഷം ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത്രക്കുള്ളൂ. ഒരു ഇടുക്ക് ഇങ്ങനെ ഇതണ്ടില്ലേ, അത്രക്കുള്ളൂ. പക്ഷെ നല്ല കാറ്റ് കിട്ടാ. ഭയങ്കര കാറ്റാണ് അടിക്കുന്നത്. ഇങ്ങനെ മേലെ നിന്നാൽ ഫുള്ളായിട്ട് എല്ലാ ഭാഗവും കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. നല്ല തണുത്ത കാറ്റ്. അടിപൊളി കാറ്റതാ. നല്ല രസമുണ്ടല്ലേ. അതുണ്ട് അവിടുന്ന് അതില് പോയിട്ട് ആളുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ആള് നിൽക്കണം അതിൻ്റെ ഉള്ളിലല്ലേ. ആളെ കാണുന്നുണ്ട് അതില്. അവിടെ അതിന് ആളുണ്ട് അവിടെ. പക്ഷെ ഇവിടെ ഒന്നും സ്കൂട്ടി
അതിന് എന്റേതാണ് അവിടെ ആ തലക്കെ. പക്ഷെ നല്ല കാറ്റില്ലേ. ഇതൊക്കെ നമ്മളിപ്പോ അവിടെ നിന്ന് പോന്നീല്ലേ, അവിടെയുള്ള വീടുകളാണ് കാണുന്നത്. പുക പൊന്തുന്നുണ്ടല്ലോ. നല്ല വൈകുന്നേരം ആകുമ്പോ നല്ല തണുപ്പേക്കാരട്ടാ. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ല. ആ മരങ്ങൾ കണ്ടില്ലേ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കണ പോലെ നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട് കാണാൻ. കുന്നുമലയും കാണാത്തവർക്കൊക്കെ പ്ലെയിൻസിൽ നിന്ന് വരുന്നവർക്കൊക്കെ അതൊരു പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പി കാരം. നല്ല തണുത്ത കാറ്റും. അടിപൊളിയായില്ലേ, നല്ല സുഖമല്ലേ. ആ ചൂടത്ത് നിന്ന് വന്നപ്പോ നല്ല തണുപ്പും തണുത്ത കാറ്റും. പക്ഷെ അറിയാത്തവര് അവിടെ താഴെ വണ്ടി നിർത്തിയിട്ടാ വരുന്നത്. അതുണ്ടാ വണ്ടി വരുമെന്ന് അറിയില്ല, അതാണ്. നല്ല വെയിലുണ്ട്. പക്ഷെ ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോ ഒരു വണ്ടിയാണ് പോകാൻ പറ്റൂല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അക്വേറിയം കൂടെ ഉണ്ട് കേട്ടോ. അക്വേറിയം വീഡിയോ എടുത്തിട്ടുണ്ട്, ഇതിൽ ഇടാൻ പറ്റാത്ത കാരണം ഇട്ടിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ അക്വേറിയം ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ എൻട്രൻസിൽ പുറത്ത് ഇറങ്ങാൻ നിൽക്കണം. 6 മണി വരെയുള്ളൂ ഇവിടെ എല്ലാവർക്കും. അപ്പോൾ ഇത് മുത്തുവിൻ്റെ ആങ്ങളാരാണ് രണ്ടാളും. ഒരു സ്കൂട്ടിമേല വന്നത്. അപ്പോൾ ഒരു തിരിച്ച് പോവാണ് സ്കൂട്ടിമേ തന്നെ. അപ്പം ഇനി ഇവരെല്ലാവരും പിറ്റേന്ന് നാളെ പോവുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ. നോക്കി പോയിക്കോളിട്ടാ. അതാ പോണ് പോണ് പോണ്. ടാറ്റാട്ട്. ആ ടാറ്റ. ആ അല്ല വെള്ളക്കുപ്പി ഒന്നും വേണ്ടേ? ബോട്ടിൽ എടുത്ത് കൊടുത്താളാ. നോക്കി പോയിക്കോളെ. ഇറങ്ങുമ്പോ നോക്കിക്കൊണ്ട് പർദ്ദയും മുണ്ടൊക്കെ ഒന്നാണ് പൊന്തിച്ചോണ്ട് ഇറങ്ങുമ്പോ. അങ്ങനെ പോലെ രാത്രിയൊക്കെ നിന്ന് പിറ്റേന്ന് രാവിലെ ചായടി കഴിഞ്ഞേക്കിന് പോകണമെന്നും പറഞ്ഞ് പോവണം കേട്ടോ. അപ്പം നാടണിക്ക് ഓട്ടോറിക്ഷയിൽ പോവണം. അവിടുന്ന് ബസ് കയറാറിഞ്ഞിട്ട് ഐശുവിൻ്റെ വിചാരം ഓളെ അമ്മമാരുടെ ഒപ്പം പോകുക എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ഹാപ്പിയിലാണ് പോണത്. ഓളെ ബാലവാടിക്ക് ഫാസിൽ കൊണ്ടാക്കും. ഓലങ്ങനെ പോവും ചെയ്യും. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വരവും പോക്കും എല്ലാവരും കൊണ്ടാടി കഴിഞ്ഞ് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. അസ്സലാമു അലൈക്കും.